friends, welcome back to Faihaz recipe. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്, ഒരു അഫ്ഗാനി സ്വീറ്റ് ആയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളാണ് ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ നെയിം ആക്ച്വലി ഷീർ പീര എന്നാണ്. ഇതൊരു അഫ്ഗാനി സ്വീറ്റാണ്. നമ്മളിത് മെയിനായിട്ട് ഇതിലോട്ട് യൂസ് ചെയ്യുന്നത് പാൽപ്പൊടിയാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഫസ്റ്റ് ഇതിലോട്ടുള്ള സിറപ്പ് തയ്യാറാക്കണം. ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലോട്ട് അതേ അളവിൽ തന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരു വലിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഒരു ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഷുഗർ എല്ലാം മെൽറ്റ് ചെയ്യുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഷുഗർ എല്ലാം ഇവിടെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഷുഗറിൻ്റെ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ സിംഗിൾ സ്ട്രിങ്ങിലായിട്ട് കിട്ടണം. അതുവരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ആ ഒരു ഷുഗർ സിറപ്പിൻ്റെ ആ ഒരു പരുവം ശരിയായാലേ നമ്മുടെ ഒരു സ്വീറ്റ് ശരിയാവുള്ളൂ. ഇതിപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് നേരത്തെ ഇട്ട് കൊടുത്തിരുന്ന ആ ഒരു പട്ടയുടെ പീസും അതുപോലെ ഏലക്കായും ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഇനി ഞാനിതിലോട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം 1.25 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം എപ്പോഴും ലോ ആക്കി വെക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് അടിക്ക് പിടിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 സെക്ഷനായിട്ട് വേണം നമ്മുടെ പാൽപ്പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം ഒരു ബാച്ച് ഇട്ട് കൊടുത്തു, ശേഷം രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിന് ഏകദേശം ഒരു 15 മിനിറ്റോളം ഇളക്കിക്കൊണ്ട് നന്നായിട്ട് കട്ടയൊന്നും പിടിക്കാതെ ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. 15 മിനിറ്റോളം ഇളക്കി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിതിലോട്ട് കുറച്ച് ഡ്രൈ നട്ട്സും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. കുറച്ചധികം ചേർത്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് ഞാനിതിൽ നിന്നൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, സെറ്റാക്കാൻ വേണ്ടി വെക്കുമ്പോൾ ഇതിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതൊന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് തണുക്കരുത്. ഒരു വലിയ ചൂട് അങ്ങോട്ട് മാറിയതിന് ശേഷം വേണം നമുക്കിതിനെ ഒരു ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബേക്ക് മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്വീറ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും നല്ല രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എല്ലായിടത്തും ഒരേ രീതിയിലാക്കി കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അതിന് മുമ്പ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഹാർഡായിരിക്കില്ല, എന്നാൽ ഒരുപാട് സോഫ്റ്റും ആയിരിക്കില്ല. ഈ ഒരു സ്വീറ്റ് നമ്മുടെ ഒരു പാൽപ്പേടയുടെ ഒക്കെ ആ ഒരു പരുവായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ 2 എഡ്ജും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഈ ഒരു അഫ്ഗാനി സ്വീറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്വീറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പാൽപ്പേടയുടെ ടേസ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ നട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലൊരു ക്രഞ്ചി ടേസ്റ്റാണ് ഇതിന്, ഇടയ്ക്ക് നട്ട്സ് എല്ലാം കടിക്കുമ്പോൾ. അപ്പോൾ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.